ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ചെറുകഥ ഹോം സ്റ്റേ. സുനിൽ ചെറിയകുടി എഴുതിയ ഹോം സ്റ്റേ എന്ന കഥ കേൾക്കാം. കോതമംഗലം സ്വദേശിയായ സുനിൽ ചെറിയകുടി ഒരു പ്രവാസി കൂടിയാണ്. അദ്ദേഹം 2 ചെറുകഥാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഹോം സ്റ്റേ. 2018 എഴുതിയ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ആനുകാലികങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകളും യാത്രാവിവരണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്ത ഹോം സ്റ്റേ എന്ന കഥയാണ് ഇവിടെ വായിക്കുന്നത്. സുനിൽ ചെറിയകുടി എഴുതിയ ഹോം സ്റ്റേ. പ്രധാന റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്റർ വലതുവശത്തായി വലിയൊരു വീടും അതിനോട് ചേർന്ന് വലിയൊരു ഷെഡും. അതായിരുന്നു മാർത്തയുടെ ഹോം സ്റ്റേ. ഇടതുവശത്തുള്ള മറ്റൊരു വീടിൻ്റെ വിശാലമായ മുറ്റത്തു നിന്നിരുന്ന വലിയ മാവിൽ നിന്ന് പഴുത്ത മാങ്ങകൾ പൊതുനിരത്തിൽ വീണ് പൊട്ടിച്ചിതറിക്കിടന്നിരുന്നു. വെട്ടിയൊതുക്കിയ വെള്ളിനെല്ലി ചെടികൾ കോൺക്രീറ്റ് ഡ്രൈവേയുടെ ഇരുവശങ്ങളിലും ഭംഗിയോടെ നിരന്നു നിന്നു. മുറ്റത്തെത്തി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മുൻവശത്തെ വലിയ കൊരിന്ത്യൻ വാതിൽ തുറന്നുകൊണ്ട് ഞങ്ങളെ പ്രതീക്ഷിച്ചുവെന്ന മട്ടിൽ നിന്നിരുന്ന മാർത്ത പ്രത്യക്ഷപ്പെട്ടു. മുഖത്തെ പുഞ്ചിരിയിൽ ആശങ്കയുടെ ലാഞ്ചനയുണ്ട്. ഡബിൾ ബുക്കിങ്ങും മേൽവിലാസവും ഏറ്റവും അവസാനം ഫോൺ വിളിയുമുണ്ടാക്കിയ പൊല്ലാപ്പുകളുടെ പ്രതികരണം മുറ്റത്ത് നിൽക്കുന്നവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള സൂക്ഷ്മശ്രമം വ്യക്തമാണ്. എൻ്റെ ഉള്ളിലെ നീരസം കുറച്ചൊക്കെ മുഖത്ത് പ്രകടമായിരുന്നു. പുഞ്ചിരിക്കാനുള്ള ഒരു ശ്രമം മാർത്തയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എൻ്റെ മഠത്തരം, പിന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനക്കുറവും. ആ അഡ്രസ്സ് എനിക്കറിയില്ല, അതെങ്ങനെ മിസ്സായെന്നും. പിന്നെ നിങ്ങളിന്ന് വിളിച്ചപ്പോൾ ഞാൻ താഴെ ഫാമിലായിരുന്നു. ഫോൺ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് പ്രതികരിക്കാനും പറ്റാതെ പോയത്. മാർത്ത കുറ്റങ്ങൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അത് സാരമില്ല, അവസാനം ഞങ്ങൾ ഇവിടെ തന്നെ എത്തിച്ചേർന്നല്ലോ. മാർത്തയുടെ പരിങ്ങലിൽ സഹതാപം തോന്നിയ ഡോളി പ്രസന്നതയോടെ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധക്കുറവുണ്ടായല്ലോ. ഡോളിയുടെ സാന്ദർഭികമായ ഇടപെടൽ ഞങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ പിരിമുറുക്കത്തെ ലഘൂകരിക്കാൻ സഹായിച്ചു. അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തെങ്കിലും സൗഹൃദപരമായി പറയണമെന്ന് തോന്നിയെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. മാർത്ത ഒത്ത നീളവും ശരീരവുമുള്ള 50കൾ പിന്നിട്ട ഒരു സ്ത്രീയായിരുന്നു. നരകയറി തുടങ്ങിയ അവരുടെ മുടി ഉച്ചിയിൽ ബന്നിൻ്റെ ആകൃതിയിൽ കെട്ടിവെച്ചിരുന്നു. ശൂന്യമായ കഴുത്തും കാതുകളും അവർ ഒരു ബോൺ എഗെയിൻ ക്രിസ്ത്യനല്ലേ എന്ന സംശയം എന്നിൽ ജനിപ്പിക്കാതിരുന്നില്ല. മുട്ടിന് താഴെ വരെ എത്തുന്ന അയഞ്ഞ കുർത്ത പോലുള്ള വേഷം സൺഷൈൻ കോസ്റ്റിലെ അപ്പോഴത്തെ വേനൽക്കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നെങ്കിലും ചെഞ്ചായം പുരട്ടിയ നിറമുള്ള വട്ടമുഖത്തെ വടിവത്ത നാസികയിൽ വിയർപ്പു കണങ്ങൾ ഞവണിക്ക മുട്ടകളെപ്പോലെ കൂട്ടം കൂടി പറ്റിപ്പിടിച്ചിരുന്നു. ചരടുകെട്ടിയ കണ്ണട നെറ്റിയിലേക്ക് ഉയർത്തിവെച്ച് അവർ വിയർപ്പ് തുടച്ചകറ്റുമ്പോൾ ഞാൻ പരിസരമാകെ വീക്ഷിക്കുകയായിരുന്നു. ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് 8-ാം തീയതിയിലേക്കായിരുന്നു. 3 ദിവസം അവിടെ താമസിക്കാൻ വന്ന മറ്റൊരു കുടുംബം ഒഴിവാകുന്നത് 9-ാം തീയതി രാവിലെയും. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് മാർത്ത വിളിച്ച് ഡബിൾ ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കടുത്ത നീരസം തോന്നി. അവസാന നിമിഷം മറ്റൊരു സ്ഥലം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. നിവർത്തിയില്ലാതെ യാത്ര 1 ദിവസം കൂടെ മുന്നോട്ട് നീട്ടിവെക്കേണ്ടി വന്നു. പ്രതിസന്ധി നേരിട്ടത് അപ്പോഴല്ല, റീബുക്ക് ചെയ്ത ദിവസം ഉച്ച തിരിഞ്ഞാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടിയിരുന്നത്. പകൽ യാത്രകളുടെ ഒടുവിൽ ഇമെയിലിൽ ഹോം സ്റ്റേയുടെ മേൽവിലാസം തപ്പിയപ്പോൾ എവിടെയും കാണുന്നില്ല. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തത് ഡോളിയായിരുന്നു. തിരക്കുകൾക്കിടയിൽ ബുക്കിംഗ് ഉറപ്പായോ എന്ന് മാത്രമേ അവൾ നോക്കിയുള്ളൂ. സ്വാഭാവികമായി മെയിലിൽ അഡ്രസ്സ് എവിടെയെങ്കിലും കാണേണ്ടതാണ്. പക്ഷേ ഒരിടത്തുമില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. സ്ഥലം എവിടെയാണെന്ന് ഏകദേശ രൂപമുണ്ടെന്നല്ലാതെ കൃത്യമായി അറിയില്ല. കുറ്റം അവരുടേത് മാത്രമായിരുന്നില്ല. മേൽവിലാസം നേരത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. തൽക്കാലം ഒറ്റ വഴിയേ മുന്നിലുള്ളൂ. അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ നേരത്തെ കഴിക്കുക. അതിഥികളെ കാണാതാകുമ്പോൾ മാർത്ത തിരിച്ചു വിളിക്കാൻ കാത്തിരിക്കുക. കണക്കുകൂട്ടലുകൾ തെറ്റാതിരുന്നത് ഭാഗ്യമായി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ സ്ഥലം മാർത്തയുടെ ഹോം സ്റ്റേയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു എന്നതാണ്. വലിയ വീടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഹോം സ്റ്റേക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത്. ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം.
വീടിൻ്റെ പകുതി ഭാഗത്തായിരുന്നു മാർത്തയും കുടുംബവും താമസിച്ചിരുന്നത്. സന്ദർശകരിൽ പോയകാല സ്മരണകളെ ഉണർത്തിക്കൊണ്ട് പഴയകാലത്തെ ഫാം യന്ത്രങ്ങൾ യാർഡിൽ അവിടെവിടെ അലങ്കാര വസ്തുക്കളായി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. നീണ്ട ഡ്രൈവേയുടെ ഇരുവശങ്ങളിലുമായി നട്ടുപിടിച്ചിരുന്ന വില്ലിനില്ലി പൂക്കളുടെ സുഗന്ധവും മാമ്പഴങ്ങളുടെ ഇളം വാസനയും കാറ്റിൽ ഇടകലർന്ന് അലസമായി അലഞ്ഞു നടന്നിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഭാഗത്തേക്കുള്ള പ്രവേശനം ഗാരേജിനുള്ളിലൂടെ ആയിരുന്നതിനാൽ ഷട്ടർ ഉയർത്തുവാനുള്ള റിമോട്ട് കൺട്രോൾ മാർത്ത കൈമാറി. അകത്തു കയറിയപ്പോഴാണ് മനസ്സിലായത്, പുറത്തു നിന്നപ്പോൾ കരുതിയതിനേക്കാൾ വിശാലവും ഭംഗിയുമുള്ള ഒരിടമായിരുന്നു അതെന്ന്. പിന്നിലെ ഫാമിലി ഏരിയയിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുന്നത് വിസ്താരമേറിയ ഒരു ഡെക്കിലേക്കായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു. സമനിരപ്പിൽ പരന്നുകിടക്കുന്ന വിശാലമായ പച്ച പുതച്ച പാടക്കുകൾ. മാർത്ത കൂടെ നിന്ന് ലഘുവിവരണം നൽകിക്കൊണ്ടിരുന്നു. ദാ മരക്കാലുകളിൽ കമ്പി കെട്ടി തിരിച്ച ഭൂമിയില്ലേ, അതാണ് ഞങ്ങളുടെ ചെറിയ അനിമൽ ഫാം. ദൂരെ പാടക്കുകളുടെ അതിർത്തിയോട് ചേർന്ന് കാണുന്ന വനത്തിൻ്റെ അതിരിലൂടെയാണ് മൂലാല നദി ഒഴുകുന്നത്. വേനലിൽ വെള്ളം തീരെ കുറവാണ്. പക്ഷേ മഴക്കാലങ്ങളിൽ കര കവിഞ്ഞ് പാടക്കുകളിലേക്ക് വെള്ളം കയറും. ഫാമിൻ്റെ അതിര് വരെ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം എത്തിയിരുന്നു. മാർത്തയുടെ വീടിൻ്റെ ഇരിപ്പിടം ചെറിയൊരു കുന്നിൻ മുകളിലായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. വേനൽ ചൂടിൽ വിയർപ്പ് വീശി കിതപ്പോടെ ഒഴുകുന്ന മൂലാല നദിയെ മാർത്തയുടെ വിവരണത്തിലൂടെ ഞാൻ മനസ്സിൽ കണ്ടു. ആ പേരിനോട് എനിക്കൊരിഷ്ടം തോന്നി. പറ്റിയാൽ നദി പോയി കാണണമെന്ന് കരുതുകയും ചെയ്തു. എൻ്റെ ഉള്ളിലെ നീരസമെല്ലാം അപ്പോഴേക്കും തീർത്തും പോയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മാർത്ത സ്വന്തം യൂണിറ്റിലേക്ക് പോയി. ഒരു ബൗളിൽ കുറച്ച് മുട്ടകളുമായി മടങ്ങിയെത്തി. അവരുടെ ഫാമിലെ കോഴികൾ ഇട്ടതായിരുന്നു മുട്ടകൾ. എല്ലാം ചെറിയ മുട്ടകൾ. പക്ഷെ അവയിൽ ഒന്നിന് നീല നിറമായിരുന്നു. അതിന് സ്വർഗീയ രുചിയുണ്ടെന്ന് മാർത്ത പറഞ്ഞപ്പോൾ ഞാൻ ആ നീല മുട്ടയിലേക്ക് കൗതുകത്തോടെ നോക്കി. അത്തരമൊന്ന് ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. മാർത്തയുടെ സംസാരത്തിലും ഭാവങ്ങളിലും നിഴലിക്കുന്ന ശാന്തതയും സൗമ്യതയും എന്നെ അത്ഭുതപ്പെടുത്തി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഫാമിലെ ചെറുമൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ കൂടാമെന്ന് പറഞ്ഞ് ശുഭരാത്രി നേർന്ന് മാർത്ത പോയി. അതിരാവിലെ ഡെക്കിൽ നിന്നുകൊണ്ട് ഞാൻ ചുറ്റും നോക്കി. പാടക്കുകൾ പുകമഞ്ഞു പുതച്ച് ഉറക്കമിടാതെ കിടക്കുകയായിരുന്നു. മറ്റാരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഫാമിൽ വളർത്തുജീവികളും പക്ഷികളും പ്രഭാത തിരക്കിൽ കലവില കൂട്ടുന്നുണ്ടായിരുന്നു. താറാവുകളുടെയും വാത്തകളുടെയും പറപറ ശബ്ദം അന്തരീക്ഷത്തെ മുഖരിതമാക്കി. ബഡ്ജികളുടെയും കാനറികളുടെയും നിർത്താതെയുള്ള പാട്ടിന് കാട്ടുപക്ഷികൾ വായ്ത്താരി പാടി. ദൂരെ പുൽക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഇരുണ്ട പച്ചനിറമുള്ള മരത്തോട് ചേർന്ന് നിന്നിരുന്ന തകരപ്പാളികൾ കൊണ്ടുണ്ടാക്കിയ ഷെഡ് മഞ്ഞിൻ്റെ മറനീക്കി ഇടയ്ക്കിടെ എന്നെ ഒളിഞ്ഞു നോക്കി. പ്രഭാതത്തിലെ കാഴ്ചകൾക്ക് പുതുമയും നാടകീയതയും ഏറെയുണ്ടെന്ന് എനിക്ക് തോന്നി. ഉറക്കമുണരുന്ന ജീവജാലങ്ങൾ, ആലസ്യം വിട്ടുണരുന്ന ഭൂമിയും അന്തരീക്ഷവും, നിറമുള്ള വസ്ത്രങ്ങൾ മാറി ചുറ്റി ഏതണിയണമെന്ന് സന്ദേഹിക്കുന്ന ആകാശം. ഞാൻ ചുറ്റും നോക്കി. അർദ്ധവൃത്താകൃതിയിൽ വിശാലമായി കിടക്കുന്ന പാടക്കുകൾ അവസാനിക്കുന്നിടത്ത് ഇരുണ്ട മരക്കൂട്ടങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷം. ഡെക്കിലിട്ടിരുന്ന സ്ഫടികവട്ടമേശയുടെ പുറത്തുരുണ്ടുകൂടിയ മഞ്ഞുത്തുള്ളികളിൽ ചിലതിനെ ഞാൻ വിരൽത്തുമ്പുകൊണ്ട് ഞൊട്ടിത്തെറിപ്പിച്ച് രസിച്ചുകൊണ്ടിരുന്നു. ശാന്തവും മനോഹരവുമെങ്കിലും ആ പ്രഭാത അന്തരീക്ഷത്തിൽ ഒരു നിഗൂഢത പതുങ്ങി നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നലുണ്ടായി. ചില കാഴ്ചകൾ ചിലപ്പോഴൊക്കെ ഇത്തരമൊരു വിചിത്ര വികാരത്തെ എന്നിൽ ഉണർത്താറുണ്ട്. അത് കൺമുമ്പിൽ കാണിച്ചു തരുന്ന ചിത്രങ്ങൾക്ക് ഉപരിയായി മറ്റെന്തൊക്കെയോ മുദ്രകൾ എൻ്റെ മനസ്സിൽ അവശേഷിപ്പിക്കും. പിന്നീട് വീണ്ടും ഇടയ്ക്കിടെ ചിന്തകളിൽ പ്രത്യക്ഷപ്പെടുകയും അമൂർത്തങ്ങളായ ആശയങ്ങൾ പോലെ പിടിതരാതെ വഴുതി അകന്നു പോവുകയും ചെയ്യും. കാലങ്ങളോളം അത്തരം കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുകയില്ല. മാർത്തയെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് മനസ്സിൽ കടന്നു വന്നു. ആ സ്ത്രീയിൽ അസാധാരണമായ അലൗകികമായ എന്തോ ഒരു പ്രത്യേകത കളിയാടുന്നില്ലേ എന്ന് ഞാൻ സംശയിച്ചു. എൻ്റെ ചിന്തകൾ ശരിവയ്ക്കുന്ന വിധം പുൽപ്പാടങ്ങൾ താണ്ടി വന്ന കാറ്റ് ഉറക്കെ ചിരിച്ച് സീൽക്കാരമുതിർത്ത് കടന്നുപോയി. ദൂരെ നിപുണയായ നർത്തകിയെപ്പോലെ താളത്തിൽ കറങ്ങി പച്ചക്കറിപ്പാടങ്ങളെ നനയ്ക്കുന്ന സ്പ്രിംഗ്ലറുകളെ നോക്കി ഞാൻ വെറുതെ ചിന്തയിൽ മുഴുകി നിന്നു. തൊട്ടടുത്ത യൂണിറ്റിൻ്റെ ഡെക്കിൽ നിന്ന് താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുന്ന മാർത്തയുടെ പ്രഭാതവന്ദനവും തുടർ ചോദ്യവും എന്നെ പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർത്തി. കുട്ടികൾ ഉണർന്നില്ലല്ലേ? തൊട്ടുമുമ്പിൽ മാർത്തയെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ അവരെ നോക്കി.
ഇല്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നല്ല ക്ഷീണം കാണും. അതെ, ഞാൻ പ്രതിവചിച്ചു. ഇന്നലെ പകൽ മുഴുവനും പലയിടങ്ങളിലായി അലച്ചില്ലായിരുന്നല്ലോ. മാർത്ത ഫാമിലേക്ക് പോവുകയായിരുന്നു, മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ കൊടുക്കാൻ. മുഖത്ത് തട്ടിക്കളിക്കുന്ന ഇളം രശ്മികളുടെ കുസൃതിയെ കൈപ്പത്തി കൊണ്ട് തട്ടിമാറ്റി ഞാനും മാർത്തയോടൊപ്പം അവരുടെ സമ്മതത്തോടെ ഫാമിലേക്ക് നടന്നു. ഫാമിൽ നിന്ന് അല്പം മാറി പഴയ ഒരു റെയിൽവേ കോച്ച് കിടന്നിരുന്നു. ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വിധമായിരുന്നു അതിൻ്റെ സ്ഥാനം. അതിഥികളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പുരാവസ്തു എന്നതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും പ്രത്യേകത അതിനുണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഫാമിലേക്ക് നടക്കുമ്പോൾ കോച്ചിൻ്റെ അടുക്കൽ നിന്ന് ഒരു മധ്യവയസ്കൻ തട്ടുമുട്ടു പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ മാർത്തയുടെ ഭർത്താവ് എഡ്മണ്ട് ആയിരുന്നു. മെലിഞ്ഞ് ചുമലുകൾ അല്പം കൂനിയ ഒരു മനുഷ്യൻ. മെലിഞ്ഞതെങ്കിലും ആരോഗ്യദൃഢമായ ശരീരമായിരുന്നു എഡ്മണ്ടിൻ്റേത്. കൂട്ടുപുരികങ്ങൾക്ക് താഴെ തീഷ്ണതയുടെ അദൃശ്യ കിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന കണ്ണുകൾ എടുത്തു പറയേണ്ട പ്രത്യേകതയുള്ളവയായിരുന്നു. വരയൻ ടീഷർട്ട് ജീൻസിനുള്ളിൽ ടക്ക് ചെയ്തിരുന്നു. ഒരു വട്ടത്തൊപ്പിയും അണിഞ്ഞിട്ടുണ്ടായിരുന്നു. മാർത്ത എഡ്മണ്ടിനെ പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ഒരു ഹലോ പറഞ്ഞു. ഞാൻ തിരിച്ചും. കൈകുലുക്കാൻ അയാൾ തുനിയാത്തതുകൊണ്ട് ഞാനും അതിന് മുതിർന്നില്ല. എങ്കിലും പരസ്പരം പുഞ്ചിരി കൈമാറാൻ ഞങ്ങൾ മറന്നില്ല. ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്ന ഖനിയിലായിരുന്നു എഡ്മണ്ടിന് ജോലി. അയാൾ അവിടെ മെയിൻ്റനൻസ് മാനേജറായിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ വരും. വന്നാൽ പിന്നെ ലേലത്തിൽ വാങ്ങിയ ഈ റെയിൽവേ കോച്ചിലാണ് മുഴുവൻ സമയവും. അതൊരു കോട്ടേജാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എഡ്മണ്ട്. അതിൻ്റെ ഉൾവശം ഇതിനകം തന്നെ ആധുനിക സൗകര്യമുള്ള താമസ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അയാൾ. അവസാനത്തെ ചെറിയ മിനുക്കുപണികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. എഡ്മണ്ട് രാവിലെ തന്നെ പണി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വീടിൻ്റെ മുൻവശത്ത് നിന്ന് കോച്ചിനടുത്തേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ റെയിൽവേ ക്രോസിംഗ് എന്നെഴുതി ഗുണനാകൃതിയുള്ള ചിഹ്നത്തോടു കൂടിയ ഒരു ചെറിയ ഗേറ്റും കൽച്ചീളുകൾക്കിടയിലൂടെ പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തിയ റെയിൽവേ പാത പോലുള്ള വഴിയിലൂടെ കോട്ടേജിലേക്ക് എത്തിച്ചേരാൻ പാകത്തിന് മനോഹരമായൊരു മാർഗവും എഡ്മണ്ട് ഒരുക്കിയിരുന്നു. വഴിയുടെ വശത്തായി 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടെലിഫോൺ ബൂത്ത് തനിമയോടെ തല ഉയർത്തി സന്ദർശകരെ അടുത്തേക്ക് മാടി വിളിച്ചുകൊണ്ടിരുന്നു. ഗൃഹാതുരത്വത്തിൻ്റെ പാശം എഡ്മണ്ടിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു എന്നു മാർത്ത പറഞ്ഞപ്പോൾ അതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ലെന്ന് ഞാൻ സമ്മതിച്ചു. മുൻവശത്തു കണ്ട പുരാതന ഫാം ഉപകരണങ്ങളെക്കുറിച്ച് ഞാൻ സാന്ദർഭികമായി ഓർത്തു. ഇണങ്ങിച്ചേർന്നതിനെ പൂർണ്ണമായി പറിച്ചെറിയാൻ അത്ര എളുപ്പമല്ല. അവർ രണ്ടുപേരും ഇംഗ്ലണ്ടിലെ ഡെർബിഷെയറിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സിഡ്നിയിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു. എഡ്മണ്ടിൻ്റെ പണിയെ തടസ്സപ്പെടുത്തിയതിൽ ഞാൻ ഔപചാരികമായ ഒരു ക്ഷമാപണം നടത്തി. അതിൻ്റെ ആത്മാർത്ഥത ഇല്ലായ്മയെക്കുറിച്ചോർത്തപ്പോൾ മനുഷ്യൻ എത്ര കപടധാരിയാണെന്ന ചിന്ത അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. കോച്ചിൻ്റെ ഉൾവശം എന്നെ കാണിച്ചു തരാൻ എഡ്മണ്ട് തയ്യാറായി. വീണ്ടും ഫാമിലേക്ക് നടപ്പ് തുടരുമ്പോൾ സൗമ്യനും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യൻ എന്ന ചിന്തയാണ് എഡ്മണ്ട് എന്നിൽ ഉളവാക്കിയത്. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. അപ്പോഴും തീക്ഷ്ണമായ കണ്ണുകളും കൂട്ടുപുരികങ്ങളും അയാളുടെ ഇടപെടലുകളുടെ സൗമ്യതയ്ക്ക് ചേരാത്ത വിധം വേറിട്ട് നിൽക്കുന്നുവെന്നും എനിക്ക് തോന്നാതിരുന്നില്ല. ഹെറാഫേർഡ് ഇനത്തിൽപ്പെട്ട കൊഴുത്തുരുണ്ട ഒരു മൂരിക്കുട്ടൻ മാർത്തയെ കണ്ടതേ തലകുലുക്കി സ്നേഹം പ്രകടിപ്പിച്ച് വേലിക്കരികിലെത്തി. മാർത്ത വാത്സല്യത്തോടെ അവൻ്റെ നെറുകയിൽ ചുറിയുകയും തലോടുകയും ചെയ്തു. അവൻ്റെ പേര് ഡെക്സ്റ്റർ എന്നായിരുന്നു. മുല കുടിക്കുന്ന പ്രായത്തിൽ കൊണ്ടുവന്നതാണെന്ന് മാർത്ത പറഞ്ഞു. നിപ്പിൾ പിടിപ്പിച്ച പാൽക്കുപ്പിയിൽ പാല് കൊടുത്താണ് അവനെ വളർത്തിയത്. മുട്ടാളനായിട്ടും അവനാ ശീലം മാറ്റിയിട്ടില്ല. ഇപ്പോൾ പാലിന് പകരം വെള്ളമാണ് പാൽക്കുപ്പിയിൽ കുടിക്കുന്നത് എന്ന് മാത്രം. നുരയുതിർത്തുകൊണ്ട് ഡെക്സ്റ്റർ വെള്ളം വലിച്ചു കുടിക്കുന്ന കാഴ്ച എന്നിൽ ചിരിയുണർത്തി. നിലത്തേക്ക് ചാക്കിൽ നിന്ന് കുടഞ്ഞിട്ടു കൊടുത്ത പാസ്റ്റർ ബൂസ്റ്റർ പെല്ലറ്റുകൾ അവൻ നക്കി നുണഞ്ഞ് തിന്നുമ്പോൾ ഈർപ്പം ഇറ്റി നിന്ന പുൽനാമ്പുകൾ രുചിച്ചുകൊണ്ട് നടന്ന കറുത്ത ചെമ്മരിയുടെ ആർത്തിയോടെ ഓടിയെടുത്ത് വീതം പറ്റുവാൻ ശ്രമിച്ചു. ആ കടന്നുകയറ്റത്തിൽ ഡെക്സ്റ്റർ അലോഹ്യം പ്രകടിപ്പിച്ചില്ല. ആട്ടുകൊറ്റൻ്റെ പേര് ക്രാങ്കി എന്നാണത്രേ. കൊള്ളാം, പേരിന് ചേരുന്ന സ്വഭാവം തന്നെ. എനിക്ക് വീണ്ടും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു ശബ്ദം തൊട്ടടുത്ത കോഴിപ്പുരയിൽ നിന്നായിരുന്നു. ഞാനൊന്ന് ഞെട്ടി. കോഴിക്കൂട്ടിൽ അന്തിയുറക്കത്തിന് കുറുകെയിട്ടിരുന്ന ഉരുളൻ തടി ബഹളത്തിനിടയിൽ തെന്നി താഴെ വീണ ശബ്ദമാണ് കേട്ടത്. നെവർ മൈൻഡ്, അത് സാധാരണമാണ്. മാർത്ത എന്നെ നോക്കി ചുമല് കുലുക്കി ചിരിച്ചു. ഇളങ്കാറ്റിൽ നെറ്റിയിലേക്ക് വീണുകിടന്ന കുറുനിരകൾ ഇളകിയാടി.
അവർ ഡെക്സ്റ്ററിനെ വാത്സല്യത്തോടെ നോക്കി. എത്ര ഓമനയാണവൻ അല്ലേ? ഞാൻ തലയാട്ടി. ആ മുട്ടൻ മൂരിക്കുട്ടൻ്റെ ഇണക്കം എന്നിലും ഒരു വാത്സല്യഭാവം ഉണർത്തിയിരുന്നു. മാർത്തയുടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പേര് മാത്രമല്ല, പറയാൻ കഥകളുമുണ്ടെന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി. ഡെക്സ്റ്ററിനെ വിട്ട് മാർത്ത കോഴിക്കൂട്ടിലെ മുട്ടകൾ പെറുക്കി അവയുടെ സ്വർഗീയ രുചിയെക്കുറിച്ച് പിന്നെയും വർണ്ണിക്കാൻ തുടങ്ങിയിരുന്നു. ചുറ്റിപ്പറ്റി നടന്ന വാത്തകളുടെ ശബ്ദം പാമ്പിൻ്റെ ചീറ്റൽ പോലെയായിരുന്നു. ജോർജ് എന്നു പേരുള്ള വലിയ ഒരു ടർക്കി കാര്യസ്ഥ ഭാവത്തിൽ സൈലൻസ് പ്ലീസ് എന്ന് അധികാരഭാവത്തിൽ കുക്കിക്കൊണ്ട് കോഴികൾക്കും വാത്തകൾക്കും ഒപ്പം മുടന്തി നടന്നു. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ നിന്ന് പ്രിയതമയെ രക്ഷിക്കാനുള്ള വിഫല ശ്രമത്തിൽ പറ്റിയ അപകടമായിരുന്നു ആ മുടന്തിന് കാരണം. ഒരു കോഴിയുടെ തൂവലുകൾ അല്പം വ്യത്യസ്തമായിരുന്നു. മാർത്ത അതിൻ്റെ പിതൃത്വം ടർക്കിയുടെ മേൽ ആരോപിച്ചു. നീല മുട്ടയിടുന്ന സുന്ദരി എന്നു പേരുള്ള കോഴി മണ്ണിൽ കുഴിമാന്തി പതിഞ്ഞിരിക്കുന്നതും ത്വക്കും തൂവലും പൊടിയിൽ കുടഞ്ഞെടുത്ത് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. ഓർക്കാപ്പുറത്താണ് വേലിയിൽ വട്ടം കൂടിയിരുന്നിരുന്ന കാട്ടുതാറാവുകൾ പേടിച്ച പോലെ പറന്നകന്നത്. ഗീസറിൽ നിന്നെന്ന പോലെ നിരന്നു നിൽക്കുന്ന 3 നീർച്ചീറ്റലുകളിൽ നിന്ന് സീൽക്കാര ശബ്ദത്തോടെ വെള്ളം ചീറ്റിത്തെറിച്ചതായിരുന്നു കാരണം. ഭയപ്പെടുത്തുന്ന ഒന്നും ആ ശബ്ദത്തിൽ ഞാൻ കേട്ടില്ല. മാർത്തയുടെ മുഖം പക്ഷേ ആ നിമിഷം ഭയന്ന പോലെ വിളറിപ്പോയിരുന്നു. അവർ അതൃപ്തിയോടെ തല ഇരുവശങ്ങളിലേക്കും വെട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നുള്ള ആ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. ഓർക്കാപ്പുറത്തായിരുന്നെങ്കിലും ഒരു ഞെട്ടലിനപ്പുറത്തേക്ക് ഭയം തോന്നിപ്പിക്കും വിധം എന്തുണ്ടായെന്ന് ഞാൻ ആലോചിച്ചു. മാർത്തയുടെ മാറ്റം ശ്രദ്ധിച്ച പോലെ ബെല്ല എന്ന പൂടിൽ അവരുടെ കാൽച്ചുവടുകളോട് പറ്റി നിന്ന് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ നെറുകയിൽ തലോടി മാർത്ത ദീർഘനിശ്വാസം ഉതിർത്തു. എന്തോ ഒന്ന് അലട്ടിയതുപോലെ ഒരു മാറ്റം മാർത്തയിൽ കാണപ്പെട്ടു. എന്തുപറ്റിയെന്ന എൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്നവർ തലകുലുക്കി. ആ സന്ദർഭത്തിൽ കൂടുതലൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാർത്ത വീണ്ടും പ്രസന്നവദനയായി. അവരുടെ ചുണ്ടിൽ നിന്ന് ഒരു സ്തുതിഗീതം ഈണത്തിൽ മൂളിപ്പറന്ന് അന്തരീക്ഷത്തിൽ വിലയിക്കാൻ തുടങ്ങി. I am grateful for the things you have done. Yes, I am grateful for the victories we have won. അവർ വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനിയാണോ എന്ന് ആദ്യ കാഴ്ചയിൽ എനിക്ക് തോന്നിയ സംശയം ചോദിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ പാട്ടിൻ്റെ ഈരടികളാണ്. ചില പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനികൾ ആയിടയ്ക്കായിരുന്നു എന്നെ പരിചയപ്പെടാൻ താല്പര്യപ്പെട്ടു വന്നത്. ഒരു തുടക്കം ലഭിക്കാൻ കാത്തിരുന്നത് പോലെയാണ് മാർത്ത എൻ്റെ ചോദ്യത്തിനുമേൽ വാചാലയായത്. അതെ, ദാനമായി ലഭിച്ച ഈ പുതുജന്മത്തിൽ എനിക്ക് ദൈവത്തോട് കടപ്പാട് ഏറെയാണ്. തേച്ചുമിനിക്കിയ ഭാഷയിലായിരുന്നു ആ വിഷയത്തിൽ മാർത്ത സംസാരം തുടങ്ങിയത്. നിങ്ങൾക്ക് മുഷിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കാം. അവരുടെ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യം തോന്നി. ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഒരു കാര്യം ആദ്യമേ പറയട്ടെ. മാർത്തയുടെ നീണ്ട കഥയുടെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പദപ്രശ്നം പൂരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിൽ എപ്പോഴൊക്കെയോ അടിഞ്ഞുകൂടിയ ഭയം ചെറിയ തിരയിളക്കങ്ങളിൽ പോലും ഇളകിമറിഞ്ഞ് അവരുടെ മനസ്സിൽ കലക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മാർത്തയുടെ കഥയുടെ ആദ്യ ഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഡെർബിഷെയറിനോട് വിട പറയുമ്പോൾ മാർത്തയ്ക്ക് 18 വയസ്സായിരുന്നു. എഡ്മണ്ടിന് 24. പള്ളിയിലെ അംഗമായിരുന്നു എഡ്മണ്ട്. മാർത്തയും 2 സഹോദരികളും കൊയറിൽ പാടുമായിരുന്നു. എഡ്മണ്ടുമായുള്ള പരിചയം ക്രമേണ പ്രണയമായി മാറി. ഒരുപക്ഷെ പ്രണയത്തേക്കാൾ ഒരു തണലായിരുന്നു മാർത്തയ്ക്ക് വേണ്ടിയിരുന്നത്. മുത്തശ്ശിയുടെ കീഴിലാണ് മാർത്തയും സഹോദരങ്ങളും വളർന്നത്. കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കൽക്കരി ഖനിയിലെ ജോലി കഴിഞ്ഞ് കരിയിൽ പൊതിഞ്ഞു വരുന്ന അപ്പൻ്റെ ഇരുണ്ട രൂപം ഭീമാകാരനായ ഒരു കാട്ടാളൻ്റേതായിരുന്നു എന്ന് മാർത്ത പറയുമ്പോൾ അവരുടെ മുഖത്ത് മ്ലാനതയുടെ നിഴൽ പടർന്നു കയറിയിരുന്നു. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലഹള ഉറപ്പായിരുന്നു. വായുവിൽ വീശുന്ന ബെൽറ്റിൻ്റെ സീൽക്കാര ശബ്ദം പതുങ്ങിയൊളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭയത്തിൻ്റെ ശബ്ദമായി മാറിയത് അങ്ങനെയാണ്. ആ ശബ്ദമുതിർക്കുന്ന ഭയമാണ് അമ്മയെ അവർക്ക് നഷ്ടമാക്കിയത്. അവർ എവിടേക്കോ ഓടി രക്ഷപ്പെട്ടുപോയി. കാലങ്ങൾ കഴിഞ്ഞിട്ടും കലങ്ങിത്തെളിയാത്ത വെള്ളം പോലെ ഇപ്പോഴും ആ ഓർമ്മകൾ മാർത്തയിൽ അസ്വസ്ഥതയുളവാക്കുന്നുണ്ട്. പറന്നുപോയ കാട്ടുതാറാവുകളിൽ ചിലവ പിന്നെയും മടങ്ങിവന്ന് വേലിയിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. നീർച്ചീറ്റലുകളിൽ നിന്ന് ഓർക്കാപ്പുറത്ത് പുറപ്പെടുന്ന വെള്ളത്തിൻ്റെ ശബ്ദം അവയെ വീണ്ടും ഭയപ്പെടുത്തി ദൂരേക്ക് പറന്നു പോകാൻ പ്രേരിപ്പിക്കുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അവയ്ക്ക് ശത്രുഭയം ജന്മസിദ്ധമാണല്ലോ.
എവിടെയെങ്കിലും ഒളിക്കുവാനുള്ള മനസ്സിൻ്റെ വെപ്രാളം ഇപ്പോഴും എന്നെ പിടികൂടാറുണ്ട് എന്ന മാർത്തയുടെ വാക്കുകൾ ഓർമ്മിക്കുമ്പോഴാണ് കടിക്കുന്ന ഭാഗം മരവിപ്പിച്ച് രക്തം വലിച്ചു കുടിക്കുന്ന കുളയട്ടയെപ്പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പരാതജീവിയാണ് മനുഷ്യരിലെ ഭയം എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. മാർത്തയുടെ വല്യമ്മ പള്ളിക്കാര്യങ്ങളിൽ കർക്കശക്കാരിയായിരുന്നതുകൊണ്ട് തികഞ്ഞ ക്രിസ്ത്യാനികളായിട്ടാണ് മാർത്തയും സഹോദരങ്ങളും വളർന്നത്. വല്യമ്മയ്ക്ക് ചെറിയ കൃഷിയിടത്തിൽ പച്ചക്കറികളും കോഴികളും ശീമമൊയിലുകളും പക്ഷികളും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ചന്തകളിൽ ഉൽപ്പന്നങ്ങൾ എല്ലാവരും കൂടെ വിൽപ്പനയ്ക്കെത്തിക്കും. വിധവയായിരുന്നു വല്യമ്മ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ മാർത്തയുടെ കണ്ണുകളിൽ ഈറൻ തളം കെട്ടി വിതുമ്പാൻ വെമ്പി നിന്നിരുന്നു. 18 വയസ്സ് പൂർത്തിയായപ്പോൾ മാർത്തയും എഡ്മണ്ടും വിവാഹിതരായി. അതിനടുത്ത വർഷം ഓസ്ട്രേലിയയ്ക്ക് കപ്പൽ കയറി. കഥയുടെ ഈ അധ്യായം എഴുതപ്പെട്ടത് 43 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് സിഡ്നിയിൽ നിന്ന് ഇവിടെ എത്തിയതും ഇംഗ്ലണ്ടിൽ ബിൽഡറായി ജോലി ചെയ്ത പരിചയത്തിൽ എഡ്മണ്ട് തന്നെ ഈ വീട് കെട്ടിപ്പൊക്കിയതും വീടിൻ്റെ ഒരു ഭാഗം ഹോം സ്റ്റേയായി അതിഥികൾക്കായി മാറ്റിവെച്ചതുമായ കാര്യങ്ങൾ കൂടെ മാർത്ത പറഞ്ഞു. എപ്പോഴോ വലിയൊരു ദീർഘനിശ്വാസം അവരിൽ നിന്ന് ഉതിർന്നു വീണു. മൂടിപ്പുതച്ചു കിടന്ന ഗതകാല സ്മരണകളെ ഒരിക്കൽ കൂടെ തട്ടിയുണർത്തിയ മനസ്സിൻ്റെ തുലന നിയന്ത്രണത്തിന് ആ വായുർഗമനം ആവശ്യമായിരുന്നിരിക്കണം. കോച്ചിനരികിൽ എഡ്മണ്ട് പണി തുടരുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ അയാളെ മതിപ്പോടെയും ആദരവോടെയും നോക്കി. ഡെക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു യുവതി മാർത്തയെ കൈകൊട്ടി വിളിച്ചു. "ദാ വരുന്നു" എന്ന് മാർത്ത തിരിച്ചു വിളിച്ചു പറഞ്ഞു. "മകളാണ്," മാർത്ത എന്നെ നോക്കി പറഞ്ഞു. "ചർച്ചിൽ യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മകൾ വിളിച്ചത് അത് ഓർമ്മിപ്പിക്കാനാണ്. കമ്പ്യൂട്ടറിൽ എൻ്റെ സഹായി അവളാണ്." വെയിൽ നന്നായി തെളിഞ്ഞു തുടങ്ങിയിരുന്നു. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ വിരൽ കൊണ്ട് വടിച്ചെറിഞ്ഞ് മാർത്ത പറഞ്ഞു, "നിങ്ങൾ കുറച്ചു മാത്രമേ ഇതുവരെ കേട്ടുള്ളൂ." അവർ ആത്മവിശ്വാസത്തോടെ മനോഹരമായി ചിരിച്ചു. "ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വൈകുന്നേരം ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്നാൽ മതി." എനിക്കും പോകേണ്ടിയിരുന്നു. മാർത്തയോട് വൈകുന്നേരം കാണാമെന്ന് സമ്മതം പറഞ്ഞ് ഞാനും യൂണിറ്റിലേക്ക് മടങ്ങി. അന്നു പകൽ 3 മണിവരെ ഞങ്ങളുടെ യാത്രകൾ അടുത്ത പ്രദേശങ്ങളിലായിരുന്നു. ഓസ്ട്രേലിയൻ സൂ സന്ദർശനമായിരുന്നു ആദ്യ പരിപാടി. സ്റ്റീവ് ഇർവിങ്ങിൻ്റെ പേരിലുള്ള കാഴ്ച ബംഗ്ലാവിൽ ക്രോക്കഡൈൽ ഷോ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. സ്റ്റീവിൻ്റെ ഭാര്യയും മകനും ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വലിയ ഇറച്ചിക്കഷ്ണങ്ങൾ കാണിച്ച് പ്രലോഭിപ്പിച്ച് ഭീമാകാരന്മാരായ മുതലകൾ ഇരയെ പിടിക്കുന്ന കാഴ്ച പുനരാവിഷ്കരിക്കുന്ന ഷോ. സ്റ്റീവിൻ്റെ മകനും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ചപ്പോൾ നെഞ്ചിടിപ്പോടെയാണ് നോക്കിക്കണ്ടത്. ജലത്തിനടിയിലൂടെ പതുങ്ങി വരുന്ന മുതലകൾ ആക്രമിക്കുന്നത് മിന്നൽ വേഗത്തിലാണ്. ഏതു നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി ജലവിധാനത്തിനുള്ളിൽ പതുങ്ങി നിൽക്കുന്ന കറുത്ത നിഴൽ പോലെ അവ അവസരം കാത്തു നിൽക്കുന്ന കാഴ്ച ഭീതി ഉണർത്തുന്നതായിരുന്നു. ജലവും മുതലയും പ്രതീകങ്ങളായി വരുന്നൊരു ചിത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നു. പിന്നീട് കുന്നിൻ മുകളിലുള്ള കഫേയുടെ മുമ്പിലുള്ള റോഡിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ ചിരകാലങ്ങളായി ധ്യാനനിമഗ്നരായി നിന്നിരുന്ന ഭീമാകാരന്മാരായ ഗ്ലാസ് ഹൗസ് മലമുടികൾ എൻ്റെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്ന പ്രതീകങ്ങൾ പോലെ തല ഉയർത്തി നോക്കി നിന്നു. സന്ദർശനങ്ങൾ വിചാരിച്ചതിലും വൈകിയതിനാൽ മൂലാല നദി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരം മാർത്ത ഫാമിലേക്ക് പോകുന്ന സമയത്ത് ഡോളിയും കുട്ടികളും കൂടെ കൂടി. അല്പസമയം ഫാമിൽ ചെലവഴിച്ച ശേഷം ഡോളി കുട്ടികളെയും കൊണ്ട് തിരിച്ച് യൂണിറ്റിലേക്ക് പോയി. മാർത്തയുടെ കഥയുടെ ബാക്കി കേൾക്കുവാനായി ഞാൻ മാർത്തയോടൊപ്പം തങ്ങി. ഡോളിക്ക് ഞാൻ ചില സൂചനകൾ കൊടുത്തിരുന്നു. പ്രസവിച്ച് കിടക്കുന്ന ഗിനിപ്പന്നിയുടെ തൊലിപ്പുറത്തെ അസുഖത്തിന് ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി. അത് മാർത്തയുടെ വാക്കുകളിൽ തന്നെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സിഡ്നിയിൽ വന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് മദ്യപാനം തുടങ്ങി. അതുവരെ ഞാൻ കാണാത്ത എഡ്മണ്ടിനെയാണ് പിന്നീട് കണ്ടത്. മദ്യപിക്കുന്ന എഡ്മണ്ട് എൻ്റെ പിതാവിൻ്റെ തനി പകർപ്പായിരുന്നു. ഒരു പളുങ്കുപാത്രം പോലെ ഞാൻ ഉടഞ്ഞുപോയി. അപ്പോഴേക്കും മക്കൾ 3 പേരും ജനിച്ചു കഴിഞ്ഞിരുന്നു. പ്രതികരിക്കാനോ ഉപേക്ഷിക്കാനോ ത്രാണിയില്ലാത്ത വിധം ഞാൻ തകർന്നുപോയി. നീല നിറമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകാശത്ത് കരിമേഘക്കൂട്ടങ്ങൾ ആർത്തിയോടെ പ്രത്യക്ഷപ്പെട്ടു. ആ മേഘങ്ങളുടെ കറുപ്പ് എന്നെ ഭയപ്പെടുത്തി. അതിൻ്റെ നിഴലിൽ നിന്ന് ഓടിയൊളിക്കാൻ ഞാൻ ഒരിടവും കണ്ടില്ല. ഞാൻ എത്ര ദുർബലയാണെന്ന് അന്നാളിലാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ജീവൻ ഒടുക്കണമെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ക്രമേണ ഉടലെടുത്തു. വിഷാദത്തിൻ്റെ തേനീച്ചകൾ എൻ്റെ സന്തോഷങ്ങളുടെ മലരുകളിൽ നിന്ന് തേൻ മോഷ്ടിച്ചു കഴിഞ്ഞിരുന്നു.
ചീർത്തുവീർത്ത ഭയത്തിൻ്റെ കുളയട്ടകൾ എൻ്റെ മനസ്സിൽ പിടിവിടാതെ പിന്നെയും കടിച്ചു തൂങ്ങിക്കിടന്നു. രാത്രികാലങ്ങളിൽ കണ്ണീരിൽ ഞാൻ എൻ്റെ മുഖം കഴുകി തുടച്ചു. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെന്ന ബോധം എന്നെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും കെടാനാളം പോലെ ദൈവമെന്ന ചിന്ത എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ ഇടയ്ക്കിടെ വെളിച്ചം വീശുന്നുണ്ടായിരുന്നു. ഒരിക്കൽ മദ്യപിച്ച് ലഹരികെട്ട എഡ്മണ്ടിൻ്റെ അപ്രതീക്ഷിതമായ അടിയിൽ ബോധം മറഞ്ഞു പോയ ശേഷം പിന്നെ എപ്പോഴോ ഉണർന്നപ്പോൾ ആ നാളത്തിൻ്റെ പ്രകാശവും മിഥ്യയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മരിക്കാൻ ഉറപ്പിച്ചു. ഓർമ്മകളുടെ തിരതള്ളലിൽ മാർത്ത കിതച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയുമോ ഒരു മനുഷ്യൻ എപ്പോഴാണ് ജീവിതം ഒടുക്കുന്നതെന്ന്? ഒന്നും പറയാതെ ഞാൻ അവരെ സാഗൂതം നോക്കുക മാത്രം ചെയ്തു. പ്രതീക്ഷകൾ അറ്റുപോകുമ്പോഴല്ല, മറിച്ച് ജീവിതത്തിൽ പ്രതിസന്ധിയെ മറികടക്കാൻ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായ അവസ്ഥയുടെ ബോധ്യപ്പെടലാണ് അത് സംഭവിക്കുന്നത്. പ്രതീക്ഷകൾക്ക് അസ്തമിക്കാനാവില്ല. അന്നു രാത്രി ക്രിസ്തുവിൻ്റെ രൂപത്തിനു മുമ്പിൽ ഞാൻ മുട്ടുകുത്തി മാപ്പിരുന്നു. എൻ്റെ മുമ്പിലെ വഴികളെല്ലാം അടയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇരുട്ടിനെ മറികടക്കാനുള്ള ഒരു വെളിച്ചവും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ചയിൽ എനിക്ക് തലകറക്കമുണ്ടായി. ഞാൻ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. അബോധാവസ്ഥയിൽ സ്വപ്നം പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. ആരോ മൃദുവായി എന്നോട് സംസാരിച്ചു. ദൈവം കൽപ്പിച്ചുളവാക്കിയതിനെ ഇല്ലാതാക്കുവാൻ നിനക്ക് അധികാരമുണ്ടോ? അത്രയും ആർദ്ദവമുള്ളൊരു സ്വരം അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ഉണർന്ന ഞാൻ വേവലാതിയോടെ ചുറ്റും നോക്കി. ആരും അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അതൊരു സ്വപ്നമായിട്ടല്ല എനിക്ക് തോന്നിയത്. ആരോ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെയുള്ള അനുഭവമായിരുന്നു അത്. കണ്ണു തുറന്നപ്പോൾ തീർച്ചയ്ക്ക് വേണ്ടി ഞാൻ മുറി മുഴുവൻ നോക്കി. മനസ്സ് ധൈര്യപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. വളരെ പരിചിതമായ ബൈബിൾ സന്ദർഭങ്ങളുടെ ആവർത്തനം പോലെയായിരുന്നു ആ സ്വപ്നം. ദുർബലമായ മനസ്സിൻ്റെ സ്വപ്നങ്ങളുടെയും ഇച്ഛകളുടെയും സ്വപ്നാടന കോലാഹലങ്ങൾ. അങ്ങനെ ആവാനേ തരമുള്ളൂ എന്ന് വാദിച്ചെങ്കിലും നിർബന്ധം ചെലുത്തുന്ന മനസ്സിൻ്റെ തോന്നലിൽ ബൈബിൾ തുറന്ന് ആദ്യം കണ്ട വാചകം ഞാൻ വായിച്ചു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അദൃശ്യമായി ആരോ ഇടപെടുന്നു എന്നെനിക്ക് അപ്പോൾ തോന്നി. ദുഃഖഭാരം കൊണ്ട് എൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എത്ര നേരമെന്നറിയില്ല ഞാൻ കരഞ്ഞത്. എപ്പോഴോ പിന്നെയും മയങ്ങിപ്പോയിരുന്നു. വീണ്ടും ഉണർന്നപ്പോൾ മരണചിന്തകൾ എന്നിൽ നിന്ന് പൊയ്പോയിരുന്നു. പുതിയ പ്രതീക്ഷകളുടെ ഒരു പുലരി വെളിച്ചം ഞാൻ മുമ്പിൽ കണ്ടു. ജീവിതത്തോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഉന്മേഷം എന്നിൽ വന്നു നിറഞ്ഞു. എൻ്റെ അവിവേക ചിന്തയ്ക്ക് ഞാൻ കർത്താവിനോട് മാപ്പിടുന്നു. അന്നാണ് ഞാൻ വീണ്ടും ജനിച്ചത്, ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിച്ചത്. എൻ്റെ സങ്കടങ്ങൾക്കും യാതനകൾക്കും അറുതിയുണ്ടാകാൻ പോകുന്നു എന്നെനിക്ക് തോന്നി. എഡ്മണ്ടിൻ്റെ മദ്യപാനം ഒഴിവായി. ഞങ്ങളുടെ ആകാശം വീണ്ടും നീലനിറത്തിൽ ചിരി തൂകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അടുത്ത ദിവസം എഡ്മണ്ടിൽ നിന്ന് കടുത്ത ശാരീരിക പീഡനം വീണ്ടും ഉണ്ടായി. ഞാൻ തളർന്നില്ല. നിയമത്തിൻ്റെ വഴികൾ മുമ്പിലുണ്ടെങ്കിലും അതെൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല. തലേ ദിവസത്തെ സ്വപ്നാനുഭവത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. അത് വെറുമൊരു കിനാവായിരുന്നു എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന വചനം ഓർമ്മയിൽ തികട്ടിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ദൈവവചനത്തെ വെല്ലുവിളിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ കർത്താവിനെ പരീക്ഷിച്ചു. പതിവ് പോലെ പബ്ബിൽ നിന്ന് മൂക്കുമുട്ടെ കുടിച്ചിട്ടാണ് എഡ്മണ്ട് അന്നും വീട്ടിൽ വന്നു കയറിയത്. വേനൽക്കാലമായിരുന്നു. എന്നിട്ടും അന്നു വൈകുന്നേരം വലിയ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഉണ്ടായി. ഉന്മത്തനായി ഗാർഡനിൽ നിന്നിരുന്ന എഡ്മണ്ട് ഒരു ഇടിമിന്നലിനൊപ്പം അലർച്ചയോടെ നിലത്തേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ എഡ്മണ്ടിൻ്റെ ഇടതുകരം ഒടിഞ്ഞു. കാൽമുട്ടിന് പൊട്ടലുണ്ടായി. തലച്ചോറിന് ക്ഷതമേറ്റു. പുറത്തെ ഇടിമിന്നലിൻ്റെ ചെറിയ കരുവാളിപ്പ് നെടുനീളത്തിൽ ഓർമ്മപ്പെടുത്തും പോലെ മരവിച്ചു കിടന്നു. ഈ അനുഭവത്തിന് ശേഷം മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവികമായ തീരുമാനങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മരണം മുന്നിൽ കണ്ട നിമിഷം എഡ്മണ്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. മദ്യപാനവും അകാരണമായി എന്നെ ഉപദ്രവിക്കുന്ന സ്വഭാവവും എഡ്മണ്ടിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എനിക്കെൻ്റെ പഴയ എഡ്മണ്ടിനെ തിരിച്ചു കിട്ടി. കോച്ചിനരികെ അവസാന മിനുക്കുപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്മണ്ടിനെ മാർത്ത അരുമയോടെ നോക്കി. അവർ എത്രമാത്രം അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ നോട്ടം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ കരവിരുതാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മനുഷ്യ സൃഷ്ടി. ദൈവം തൻ്റെ സ്വന്തം പ്രതിരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റെല്ലാ സൃഷ്ടികളെയും അവന് കീഴിലാക്കി. ഡെക്സ്റ്ററിൻ്റെ നെറുകയിൽ ചൊറിഞ്ഞുകൊടുത്ത് മാർത്ത പറഞ്ഞു.
ഞാൻ ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. ചില പിടിവള്ളികൾക്ക് ഉറപ്പ് കൂടുതലുണ്ടാകും എന്നു മാത്രം ചിന്തിച്ചു. യൂണിറ്റിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഡെക്സ്റ്റർ ഒരു മൂരിക്കുട്ടനായതുകൊണ്ട് വലുതാകുമ്പോൾ അവനെ വിൽക്കുമോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അതിനു മറുപടിയായി മാർത്ത ഉറക്കെ ചിരിച്ചു. ഞാൻ അമ്പരന്നു. ഇല്ല, വിൽക്കില്ല, അവർ ചിരിയോടുകൂടെ പറഞ്ഞു. ആ ചിരിയുടെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ വിചിത്ര വിചാരങ്ങൾ ആ സ്ത്രീയുടെ ഉള്ളിൽ തിരകൾ തീർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ശാന്തമായ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ കാണാ കാഴ്ചകൾ പോലെ അവ അവരുടെ ഉള്ളിൽ ആരും കാണാതെ മറഞ്ഞു തന്നെ കിടന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മാർത്തയുടെ ഹോം സ്റ്റേയിൽ ഞങ്ങൾ അതിഥികളായി എത്തി. ഫാം സന്ദർശനത്തിൽ ഡെക്സ്റ്റർ എന്ന മൂരിക്കുട്ടനെ ഞാൻ എങ്ങും കണ്ടില്ല. ക്രാങ്കി എന്നു പേരുള്ള കറുത്ത ചെമ്മരിയാടും അപ്രത്യക്ഷമായിരുന്നു. മാർത്ത അവയെ മറ്റാർക്കെങ്കിലും വിറ്റോ? ചോദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാർത്ത, ഡെക്സ്റ്ററിനെയും ക്രാങ്കിയെയും കാണുന്നില്ലല്ലോ. അസാധാരണമായ അവരുടെ ചിരി ഞാൻ ഒരിക്കൽ കൂടെ കേട്ടു. അവരെ കാണണമെങ്കിൽ നീ എൻ്റെ വലിയ ഫ്രീസർ തുറന്നു നോക്കണം. നിർത്താതെയുള്ള പൊട്ടിച്ചിരിയുടെ അലകൾ എന്നെ അലോസരപ്പെടുത്തി. ഡെക്സ്റ്ററിൻ്റെ മാംസത്തിന് സ്വർഗീയ രുചിയാണെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ ദൃഷ്ടി അവരുടെ മുഖത്തു നിന്ന് മൂലാല നദിയുടെ ദിശയിലേക്ക് തിരിച്ചു. പാടക്കുകളുടെ നടുവിൽ ഒറ്റപ്പെട്ട തകര ഷെഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് കാവലിനെന്നവണ്ണം ഏകാഗിയായ മരവും അങ്ങനെ തന്നെ. ആദ്യ സന്ദർശനത്തെ കണ്ടതിൽ നിന്ന് കാര്യമായ വ്യത്യാസം എങ്ങും തന്നെയില്ല. പാടക്കുകളെ തിരിക്കുന്ന അതിർത്തി വേലികളിൽ കാട്ടുതാറാവുകൾ പതിവ് പോലെ കുന്തിച്ചിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിന്നിൽ പണിതീർന്ന റെയിൽവേ കോച്ച് അതിഥികളെ സ്വീകരിച്ചു തുടങ്ങിയെന്ന് മാർത്ത പറഞ്ഞു. ചുമന്ന പെയിൻ്റ് അടിച്ച കോച്ച് മനോഹരമായി കാണപ്പെട്ടു. എഡ്മണ്ടിനെ കുറിച്ച് ഞാൻ മാർത്തയോട് ചോദിച്ചു. എഡ്മണ്ട് ഇപ്പോഴും മൈനിൽ ജോലിക്ക് പോകുന്നുണ്ടോ? ഒരു ഗൂഢസ്മിതം മാർത്തയുടെ മുഖത്ത് മിന്നിമറഞ്ഞത് ഞാൻ കണ്ടു. ഇല്ല, വീണ്ടും കുടി തുടങ്ങിയിരുന്നു. പഴയ പോലെ ദേഹോപദ്രവവും. അന്ന് എന്തോ പറയാൻ തുടങ്ങിയ മാർത്ത അർദ്ധോക്തിയിൽ നിർത്തി. പിന്നെ ദൈവത്തെ സ്തുതിച്ചു. താങ്ക് യു ലോഡ്, നീ എത്ര വലിയവനാണ്. അപ്പോൾ മഴക്കാലമായിരുന്നു. നദി കരകവിഞ്ഞ് പാടക്കുകൾ മുങ്ങാൻ തുടങ്ങിയിരുന്നു. ഞാൻ മുട്ടിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഇടിവെട്ടി, മഴ തകർത്തു പെയ്തു. എഡ്മണ്ട് അന്ന് വീട്ടിൽ വന്നില്ല. അതിൽ അസാധാരണത്വം തോന്നിയില്ല. പതിവുകളൊക്കെ തെറ്റിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വ്യാകുലപ്പെട്ടില്ല. രാവിലെ മഴ തീർത്തും തോർന്നിരുന്നു. പുറത്ത് തെളിഞ്ഞ ആകാശത്തിന് കീഴെ പാടക്കുകൾക്ക് മുകളിൽ വലിയൊരു മഴവില്ല് ചിരിതൂകി നിന്നു. രാവിലെ ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കാൻ ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. വേലിക്കരികിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ കമിഴ്ന്ന് മരവിച്ച് അപ്രതീക്ഷിതമായി നീർച്ചീറ്റലുകളിൽ നിന്ന് തെറിച്ച വെള്ളം കാട്ടുതാറാവുകളെ കൂട്ടത്തോടെ പറത്തിയകറ്റിയപ്പോൾ വിയർപ്പു കണങ്ങൾ എൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ വസൂരിക്കുമിളകളെ കുരിപ്പിച്ചു. പതിവില്ലാതെ കോഴികളും ചെറുപക്ഷികളും വെപ്രാളത്തോടെ കൂട്ടിനുള്ളിലും ചുറ്റുമായി ചിറകിട്ടടിച്ചും പറന്നും ഒച്ച വെച്ചു. ഈർച്ചവാളിൻ്റെ മൂർച്ചയുള്ളൊരു ശബ്ദം ഞാൻ അപ്പോൾ കേട്ടു. സൈലൻസ് പ്ലീസ്. അത് ടർക്കിയുടേതോ മാർത്തയുടേതോ? ഞാൻ സൂക്ഷിച്ചു നോക്കി. മാർത്തയുടെ മുഖം ശാന്തമായിരുന്നു. പെട്ടെന്ന് ചീറ്റിത്തെറിച്ച ജലത്തിൻ്റെ സീൽക്കാര ശബ്ദം അവരെ ഭയപ്പെടുത്തിയതായി തോന്നിയില്ല. ഗിനിപ്പന്നികൾക്കുള്ള ധാന്യം പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് തീറ്റപാത്രത്തിലേക്ക് പകർത്തുന്ന തിരക്കിലായിരുന്നു മാർത്ത. ചുണ്ടിൽ പഴയ സ്തുതിഗീതം തത്തിക്കളിക്കുന്നുണ്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് യു ഹാവ് ഡൺ. യെസ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വിക്ടറീസ് വി ഹാവ് വൺ. സുനിൽ ചെറിയകുടി എഴുതിയ ഹോം സ്റ്റേ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. സുനിൽ ചെറിയകുടിയുടെ ഹോം സ്റ്റേ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.